ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ജങ്കുക്കിൻ്റെത് തെറ്റിപ്പോയിട്ട് ജിമ്മിനെ ജങ്കുക്ക് ചെയ്തതിന് പകരം അവിടെ ജിമ്മിനായി പോയി. സോറി ഫ്രണ്ട്സ്. സ്റ്റോറി ഇട്ടിട്ട് പോവാം. ജങ്കുക്കാണ് ഈ ഫോട്ടോയിൽ കാണാൻ മതി, ജിമ്മിനല്ല ജങ്കുക്കാണ്. നമുക്ക് ജങ്കുക്ക് സ്റ്റോറിക്ക് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ? പൂജ വന്നമ്മ. എവിടെയൊക്കെ പൂജ പോയിട്ട് വന്ന്? അമ്മ ഞാൻ പറത്ത് മാമ്പഴം തൊട്ടത്ത് പോയതാ. പൂജ ഇപ്പം മാങ്ങയില്ല, മരത്തിലുണ്ടോ മാങ്ങ? അമ്മ ഇപ്പോഴും മാങ്ങ ഉണ്ടാവില്ല, അമ്മേനറിയില്ല. കുറേ നാളായി അവിടെ മാമ്പഴം മരത്തില്ല ഇതൊന്ന് ഞങ്ങളവിടെ കളിച്ചുകൊണ്ടുവരുന്ന അമ്മ. എന്ത് പൂജ കളിച്ചുകൊണ്ടായതാ? അതെ അമ്മ, ഊഞ്ഞാലയിൽ ആടി കളിച്ചതായിരുന്നു അമ്മ. ഏത് സീത്തപ്പഴ മരത്തിൽ ഞങ്ങൾ ആടി കളിച്ചതാ. പൂജ എന്താ അമ്മ? പൂജ ഒരു കാറേ പറയുണ്ടോ? എന്താ അമ്മ? ദാ നിൻ്റെ ചേട്ടൻ എനിക്ക് ഫോൺ അയച്ചിട്ടുണ്ട്. അമ്മ താങ്ക്സ് അമ്മ. എപ്പോൾ നോക്കി എൻ്റെ അച്ഛൻ്റെ ഫോണിൽ യൂസ് ചെയ്യാം, അതുകൊണ്ടാണ് എൻ്റെ ചേട്ടൻ എനിക്ക് ഫോൺ അയച്ചത്. താങ്ക് യു ലവ് യു അമ്മ. ലവ് യു ടു മോം. ശരി എപ്പോഴും നല്ല കുറേ നേരം യൂസ് ചെയ്യാൻ പാടില്ല അറിഞ്ഞ പൂജ. താങ്ക്സ് മമ്മി, താങ്ക് യു. മോം PTS മെമ്പറെ കാണാല്ലേ? ഓ കണ്ടോ? അങ്ങനെ പൂജക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. പൂജ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അതുമാത്രമല്ല ചേട്ടനിക്ക് പൂജേനെ ഒത്തിരി ഇഷ്ടമാണ്. ചേട്ടനിക്ക് പൂജേനെ ഒരുപാട് ഇഷ്ടമാണ്. പൂജക്ക് എന്ത് വേണോ എടുത്ത് കൊടുക്കും. ഫോണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് പൂജക്ക് ഫോൺ എടുത്ത് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടനിക്ക്. അതുകൊണ്ട് പൂജക്ക് ഫോൺ അയച്ചു. അതുമാത്രമല്ല PTS മെമ്പർ പറഞ്ഞ് പൂജക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്താടാ പറ്റിയടാ? ഇല്ലടാ പൂജൻ ചേട്ടാ പറയാം. ഇല്ലടാ മച്ചാ, എൻ്റെ അനിയത്തിക്ക് ഫോൺ കൊടുത്തയച്ചതടാ. എന്തായി അറിയില്ല. പൂജ കോൾ ചെയ്തു, ഫോൺ വന്നു. ഹലോ ചേട്ടാ. ഹലോ പൂജ, എന്തടി ഇഷ്ടപ്പെട്ട ഫോൺ? താങ്ക്സ് ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. പൂജ എന്ത് ചേട്ടാ? ഫോൺ ഇഷ്ടപ്പെട്ടു പോയോ? ഇഷ്ടപ്പെട്ടു ചേട്ടാ. ശരി ഓക്കെ, സൂക്ഷിച്ചോളണം മനസ്സിലായോ? ആരെ വോയിസ് കേട്ടാൽ ഫോൺ നമ്പർ കൊടുക്കാൻ പാടില്ല മനസ്സിലായോ? താങ്ക്സ് ചേട്ടാ. കൊടുക്കില്ല, കൊടുത്താൽ ഫോൺ ഞാൻ വാങ്ങും മനസ്സിലായില്ലേ? ശരി ചേട്ടാ. അങ്ങനെ ഒരു കോളേജ് ഫസ്റ്റ് ടൈമാണ് പൂജ പഠിക്കുക. ഫസ്റ്റ് ഇയറാണ്, കോളേജ് ജോയിൻ ആയിരുന്നു. പൂജക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ക്ലാസ്സിൽ വെച്ചായിരുന്നു. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, കോളേജിൽ ക്യാൻറ്റീനിൽ യൂസ് ചെയ്യാം. അതാണ് ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്നു. ഇങ്ങനെ ഫോൺ സംസാരിക്കാൻ മാത്രം യൂസ് ചെയ്യുക. പിന്നെ പൂജ പറയാം, മച്ച് ക്ലാസ്സിൽ കോളേജിലെല്ലാവരും സംസാരിച്ചേനെ. എല്ലാവരും ആർമി ഗേൾസ് ആയിരുന്നു. കുറച്ച് പേര് ആർമി ഗേൾസ് ഫ്രണ്ട്സായി കോളേജിൽ. ഹായ് എൻ്റെ പേര് ഇതാണ്. കുറച്ച് ഗേൾസ് ഫ്രണ്ട്സായി. റോസി പറയാം, ഹായ് എൻ്റെ പേര് റോസിയാണ്, ഞാൻ ആർമി ഗേളാണ്. നീയും ആർമി എനിക്ക് അറിഞ്ഞു? അതെ ഞാൻ ആർമി ഗേളാണ്. അറിഞ്ഞു പൂജ, നീ ആർമി ഗേളാണ്. അത് റോസി പറയാം, നിനക്ക് ആര് ബയസ്? എനിക്ക് ജങ്കുക്കൊപ്പ. നീ ജങ്കുക്ക് ബയസാ? നീ നവീൻ വയസ്. അങ്ങനെയാണോ? അതെ അത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു കുട്ടി വന്നു, ഹായ് എൻ്റെ പേര് പ്രിയ. നിങ്ങളാരെ വയസ്സ്? ജിമ്മിൻ വയസ്സ്. അങ്ങനെയാണോ? നിങ്ങളെല്ലാം അങ്ങനെ പറയാം. എൻട്രി കൊടുത്ത് ശരി ഓക്കെ. അങ്ങനെ കോളേജ് സ്റ്റാർട്ടാവും. നമ്മൾ കോളേജിലേക്ക് പോവാം. അങ്ങനെ കോളേജിൽ നന്നായിട്ട് പഠിക്കായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ കുറച്ച് 3 പേർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പൂജ പറയാൻ തുടങ്ങി, അതെ PTS മെമ്പറെ ഒന്ന് കാണാൻ പറ്റില്ലല്ലേ? അതെ പൂജ, നിനക്ക് അറിയില്ലേ? എനിക്ക് എന്താ അറിയില്ലേ? പൂജ അത് മാത്രമല്ല 7 പേർക്ക് മാരേജായി. ഇതൊരു പൂജക്ക് ഷാക്ക്. എന്ത്? 7 പേർക്ക് PTS മെമ്പർക്ക് മാരേജായി? അതറിയില്ലേ? അത് റൂമറല്ലേ? അല്ലമ്മ റൂമറല്ല, ശരിക്കും അവർക്ക് മാരേജായി. എനിക്ക് വീഡിയോസ് കിട്ടില്ല. ജങ്കുക്കും മാരേജായ? അതെ ജങ്കുക്കും മാരേജായി. നമ്മൾ ഒരു ആർമി ഗേൾസ് മാത്രം, നമ്മൾ അവരെല്ലാം ചെമ്മാടിൽ. അത് മനസ്സിലായില്ലേ? ഹീറോയ്ക്ക് ഭയങ്കര സാഡായി. പൂജ വിഷമിക്കണ്ട, എന്താ ചെയ്യുക, അവർ ഫാൻ ഗേൾ മാരേജ് ആയിട്ടില്ല. അല്ല അവരും മോഡൽസാണ് ഗേൾ. അങ്ങനെ പറഞ്ഞു. ഹീറോയ്ക്ക് ഫോട്ടോ കാട്ടി. ഭയങ്കര സാഡായിരുന്നു ഹീറോയി. ഇവളെ മാരേജ് കഴിച്ചത്? അതെ ഇവളൊരു ഐഡളാണ്. ഹീറോയ്ക്ക് ഭയങ്കര സാഡായത്. വീഡിയോസ് PTS മെമ്പർ ജങ്കുക്ക് കൂടെയുള്ള വീഡിയോസ്, ഗേളുടെ കൂടെ 2 പേര് ഹാപ്പി വീഡിയോസ്, പാട്ട്, ഡാൻസ്. പിന്നെ ജങ്കുക്ക് വൈഫ് ഓരോ കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. മനസ്സ് ഒടിഞ്ഞായിരുന്നു. എല്ലാവരും എല്ലാം ഹാപ്പി ആയിരുന്നു. ഹീറോയിനിരിക്കുക, ഞാൻ പ്രപ്പോസ് ചെയ്ത് വെച്ചു, അത് മുമ്പ്
ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. ഭയങ്കര സാഡായിരുന്നു ഹീറോയ്ക്ക്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സാഡായിരുന്നു. പഠിക്കാം മം, ഡാഡി പഠിക്കും, എനിക്ക് കഷ്ടപ്പെടാം, ഇതുകൊണ്ട് പഠിക്കാം. ഹീറോയി ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കാൻ ഷെഡ്യൂൾസിലായി പഠിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കോളേജിൽ ഒരു ഡാൻസ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫേമസ് കുട്ടികളായ ഡാൻസ് പ്ലെയർ, ഇതിങ്ങനെ ഒരു ഡാൻസ് BTS മെമ്പർ ഇങ്ങനെ ഇന്ത്യക്ക് വരാം, ഈ കോളേജിൽ വരും എന്ന് പറഞ്ഞ് ന്യൂസ് വന്നായിരുന്നു. എല്ലാവർക്കും കേട്ടായിരുന്നു, ഹീറോയ്ക്കും കേട്ട് ആ ന്യൂസ്. ഹീറോയുടെ ഫ്രണ്ട് കേട്ട് ഷോക്കായി. BTS മെമ്പർ വരാം, അതെ പ്രിയ, റോസി, അത് പൂജ എവിടെ? അറിയില്ലടി, പൂജക്കറിയൂ ന്യൂസ്. അങ്ങനെ പൂജയുടെ വീട്ടിലൊക്കെ വന്നു. ഹായ് ആൻറ്റി. ഹായ് മാ. ആ നിങ്ങളാരാ? ഞങ്ങൾ പൂജേൻ്റെ ഫ്രണ്ട്സാ. ഹായ്, എൻ്റെ പേര് പ്രിയ, എൻ്റെ പേര് റോസി. ഹീറോ അവളെവിടെ? പൂജ അവളകത്തുള്ളത്. അങ്ങനെ രണ്ടുപേരും അകത്ത് വന്നു. അകത്ത് വന്ന് നോക്കുമ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. ഹീറോയിൻ്റെ റൂം കണ്ടു. വാവ്, എത്ര വലിയ വീടാ, നന്നായിട്ടുണ്ടല്ലേ, അങ്ങനെ അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അകത്ത് വന്നു. ഹീറോയിനെ വിളിച്ച്, എന്താ വച്ചി? എടി ന്യൂസ് അറിയോ? എന്താ ന്യൂസ്? എടി ഇന്നെന്താ കോളേജിൽ വരാതെ? ഇല്ലടി മച്ചി, ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് കോളേജിൽ വരാൻ പറ്റില്ല. സോറി മച്ചി. എടി സോറി ഒന്നും പറയണ്ട. ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് നാളെ അല്ലടി, നാളെ നമുക്ക് കോളേജ് റെഡി ഉണ്ട്. നാളെ അവർ വന്നെത്തും. കോളേജിൽ നാളെ വരില്ല, കുറച്ച് ദിവസം കഴിഞ്ഞു കോളേജിൽ അവർ വരും. ഒരു ഡാൻസ് പാർട്ടീസ് ചെയ്ത് കോളേജിൽ ഡാൻസ് പാട്ടുണ്ട്. BTS മെമ്പർ 7 പേർ വരാൻ പോവാ. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്ക്. എന്ത്, ജങ്കുക്ക് വരുമോ? അതെ, ജങ്കുക്ക് വരും. അങ്ങനെയായിട്ട് പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. 7 പേർ വന്നു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് അവർ നൈറ്റാണ് വന്നെത്തിയത്. എല്ലാവരും നൈറ്റ് മാത്രം എത്താമെന്ന് പ്ലാനായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും വന്ന് വീട്ടിൽ താമസിച്ചു. അവർക്ക് വീട് ഹോട്ടലിൽ താമസിച്ചു. ജങ്കുക്ക് ബേബി വന്നിരുന്നു കൂടെ. ഡാഡാ. എന്താടാ ജാൻ, എന്താ പറ്റി? ഡാഡ്, എനിക്ക് വെളിയിൽ പോകണം ഡാഡി, കറങ്ങാനോ? എടാ മോനെ പറഞ്ഞേക്ക്, അവനോട് പറ്റില്ല കറങ്ങാന്, പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വാതിൽ വെല്ലടിച്ചു. അങ്ങനെ തുറന്നു നോക്കുക, ഒരാളുണ്ടായിരുന്നു. സർ, നിങ്ങൾക്ക് പുറത്ത് കറങ്ങാൻ പോകാനുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം സർ. ഓക്കെ.